പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുടുകാപ്പിയും ചുടുവാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്തരുൺ. സമയം 8 മണി കഴിഞ്ഞ് 47 പ്രിയപ്പെട്ടവരെ, പ്രിയദർശിനിയൊക്കെ വന്നു, യാത്രയൊക്കെ സൂപ്പറായി. പക്ഷേ KSRTC ഒരു പ്രശ്നം. എന്താ പ്രശ്നം? കടുത്ത ബസ് ക്ഷാമം. 1900 പുതിയ ബസ്സുകൾക്കായി വിദേശ ബാങ്കിൽ നിന്ന് 1400 കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി തേടി സർക്കാരിന് CMDയുടെ കത്ത്. 2300 ഡീസൽ ബസ്സുകളും 200 ഇലക്ട്രിക് ബസ്സുകളും വാങ്ങാനാണ് വായ്പ എടുക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടിയും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയും അടിയന്തരമായി ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. ആഷൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷൻ ഡിയാഗോ, KSRTCക്ക് താങ്ങാൻ പറ്റാത്ത യാത്രക്കാർ പുറത്തുണ്ട്. ഇന്ദിരാ പ്രിയദർശിനി കൂടി ആയതോടുകൂടി ബസ്സിലൊക്കെ നല്ല തിരക്കാണ്. പക്ഷേ വേണ്ടത്ര ബസ്സില്ല. പല ബസ്സും കട്ടപ്പുറത്താവുന്ന അവസ്ഥയാണ്. എന്താണ് KSRTCയുടെ ഒരു നീക്കം ഇത് പരിഹരിക്കാൻ? അരുൺ, ഗുഡ് മോർണിംഗ്. KSRTCയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് KSRTCയുടെ ബസ്സുകളെല്ലാം ജാംബവന്റെ കാലത്തുള്ളതാണ് എന്നുള്ളതാണ്. ഇത് ഏതാണ്ട് ശരിയുമാണ്. കാരണം KSRTCക്ക് സംസ്ഥാനത്താകെ 5535 ബസ്സുകളാണുള്ളത്. അതിൽ 3000-ലധികം വരുന്ന ബസ്സുകൾ കാലാവധി പൂർത്തിയാക്കി ഷെഡിൽ കയറ്റേണ്ട വാഹനങ്ങളാണ്. പക്ഷേ KSRTCക്ക് ബസ്സുകളില്ലാത്തതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഈ ബസ്സുകളുടെ ഫിറ്റ്നസ് പുതുക്കി വീണ്ടും നിരത്തുകളിൽ ഇറങ്ങുകയാണ്. പ്രിയദർശിനി കൂടി വന്നതോടുകൂടി തന്നെ ഈ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയായിട്ടുണ്ട്. മാത്രമല്ല, പ്രിയദർശിനി ബസ്സുകൾ യാത്രാമധ്യേ പണിമുടക്കുന്നതും അത് വഴിയിലാകുന്നതും അടക്കം വാർത്തയാകുന്നുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ KSRTCക്ക് അടിയന്തരമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സാമ്പത്തിക വർഷം 1900 പുതിയ ബസ്സുകൾ വേണം എന്നുള്ളതാണ് KSRTC CMD സർക്കാരിന് അയച്ചിട്ടുള്ള കത്തിൽ പറയുന്നത്. ഈ കത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ബസ്സുകൾ വാങ്ങുന്നതിന് വേണ്ടി വിദേശ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നൽകണം. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളിലേക്ക് കൂടി ഇത് അടിയന്തരമായി എത്തിക്കണം. കാരണം കേന്ദ്രത്തിന്റെ അനുമതി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിദേശത്ത് നിന്ന് ലോൺ എടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ബാങ്കുകൾ ജർമ്മൻ വികസന ബാങ്കായ KfW, AIIB, ADB ബാങ്കുകളിൽ നിന്ന് 1400 കോടി രൂപയുടെ വായ്പ എടുക്കണം, അതിനുള്ള അനുമതി നൽകണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ KSRTC സർക്കാരിന് അയച്ചിട്ടുള്ള കത്തിൽ പറയുന്നത്. KSRTCയെ സംബന്ധിച്ചിടത്തോളം 1000 കോടി രൂപയുടെ ചിലവിൽ 2300 പുതിയ BS6 ബസ്സുകൾ വാങ്ങാനാണ് വായ്പ എടുക്കുന്നത്. മാത്രമല്ല, 400 കോടി രൂപ ചിലവിൽ 200 ഇലക്ട്രിക് ബസ്സുകൾ കൂടി വേണം എന്നുള്ളതാണ് ആവശ്യം. പക്ഷെ അടിയന്തരമായി KSRTC ഓടണമെന്നുണ്ടെങ്കിൽ 1900 ബസ്സുകൾ വേണം എന്നുള്ളതാണ്. കാരണം ഈ കാലാവധി പൂർത്തിയാക്കിയ ബസ്സുകൾ, അതായത് 15 വർഷം പൂർത്തിയാക്കിയ ശേഷം ഓരോ വർഷം വീതം ഫിറ്റ്നസ് പുതുക്കി വീണ്ടും ഓടുന്ന ബസ്സുകൾ, അത് ഈ പ്രിയദർശിനി ബസ്സുകളായി ഓടുമ്പോൾ തന്നെ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ തന്നെ ഈ ബസ്സുകൾ റോഡിലാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഭാഗ്യവശാലാണ് വലിയ അപകടങ്ങളൊന്നും ഇതുവരെ സംഭവിക്കാത്തത്. ഈ വിനോദസഞ്ചാര മേഖലയിലടക്കം പ്രിയദർശിനി ബസ്സുകൾ ഓടുമ്പോൾ അത് പഴയ ബസ്സുകളാണ്. ഈ ബസ്സുകളുടെ ആ ഒരു ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ ഈ ഒരു ഫിറ്റ്നസ് അത് ഏത് രീതി എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. ഈ വലിയൊരു അപകടം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ KSRTCക്ക് പുതിയ ബസ്സുകൾ അത് കൂടിയേ തീരൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഇത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ മലയോര മേഖലയിലടക്കം KSRTC പ്രിയദർശിനി ബസ്സുകൾ കയറിപ്പോകുമ്പോൾ അത് അപകടത്തിൽപ്പെടുന്നതും ഭാഗ്യവശാൽ അപകടങ്ങൾ ഒഴിവായി പോകുന്നതും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും KSRTCക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അടിയന്തരമായി 1900 ബസ്സുകൾ വേണം. അതിന് 1400 കോടി രൂപ വിദേശത്ത് നിന്ന് വായ്പയെടുക്കാൻ, വിദേശ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുക്കാൻ അനുമതി നൽകണം എന്നുള്ളതാണ് CMD സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അരുൺ, ഓക്കെ. അപ്പൊ ഇനി സർക്കാർ അതിന് അനുമതി കൊടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ തന്നെ കടമെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോ UDF പറഞ്ഞിരുന്നത്.